നമസ്കാരം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പുറത്തു വന്നതോടുകൂടിയാണ് പഞ്ചപതി എന്ന വാക്കിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത്. ഇപ്പോൾ പഞ്ചപതി ലെസൺ പ്ലാനിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് പഞ്ചപതി? എങ്ങനെയാണ് പഞ്ചപതി ലെസൺ പ്ലാൻ തയ്യാറാക്കേണ്ടത്? ഈ വീഡിയോയിലൂടെ നമുക്ക് അക്കാര്യങ്ങൾ പരിശോധിക്കാം. പഞ്ചപതി എന്ന് പറഞ്ഞാൽ 5 സ്റ്റെപ്സ്, 5 പടികൾ എന്ന അർത്ഥത്തിലാണ് പഞ്ചപതി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. 5 സ്റ്റെപ്സാണ് ഇത്. ലേണിംഗ് പ്രോസസ്സ് നടക്കുന്ന, പഠന പ്രക്രിയ നടക്കുന്ന 5 പടികൾ. ഈ 5 പടികളിലൂടെയാണ് പഠന പ്രക്രിയ പൂർത്തിയായി എന്താണോ നമ്മുടെ പഠിപ്പിക്കേണ്ട ഉദ്ദേശിക്കുന്നത് ആ സാധനം കുട്ടിയിലേക്ക് എത്തുന്നത് ഈ 5 പ്രക്രിയയിലൂടെയാണ് എന്നാണ് പഞ്ചപതി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ മുൻപ് നമുക്കറിയാം, ഹെർബർട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലൂംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവരെല്ലാം ഈ ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി ചില തിയറികൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത് എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആധുനികമായ ശിക്ഷണ വിധികളും പ്രാചീന ഭാരതത്തിലുള്ള പഠന രീതികളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഭാരതീയമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പഞ്ചപതി എന്ന് പറയുന്ന ഈ ലേണിംഗ് പ്രോസസ്സ്. ഇത് പ്രകാരം നേരത്തെ പറഞ്ഞ മാതിരി 5 സ്റ്റെപ്പുകളിൽ വെച്ചിട്ടാണ് പഠനം നടക്കുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ ഈ NEP എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, കുട്ടിയുടെ സമഗ്ര വികാസമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇങ്ങനെ സമഗ്ര വികാസം ലക്ഷ്യമാക്കാൻ വേണ്ടി അതിൽ നമ്മൾ കാണാൻ കഴിയും, അതിൽ ഈ 5 മേഖലകളുടെ വികാസം, പഞ്ചകോശ വികാസം നമുക്ക് അതിൽ കാണാൻ കഴിയും. വിജ്ഞാനമയ കോശം, പ്രാണമയ കോശം, അന്നമയ കോശം, മനോമയ കോശം, ആനന്ദമയ കോശം. ഈ 5 കോശങ്ങളുടെ വികാസമാണ് കുട്ടിയുടെ സമഗ്ര വികാസത്തിന് വഴിയൊരുക്കുന്നത്. NEPയുടെ ഭാഗമായി പുറത്തു വന്ന കരിക്കുലം ഫ്രെയിംവർക്ക് NCF എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്കവിടെ 5 ഡൊമൈൻസ് കാണാൻ സാധിക്കും. ഈ പഞ്ചകോശ വികാസം തന്നെയാണ് 5 ഡൊമൈൻസ് ആയിട്ട് അവിടെ നമ്മൾ മാറിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ 5 ഡൊമൈൻസിന് പുറമെ അവിടെ കോമ്പിറ്റൻസിയെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ CGs, കരിക്കുലം ഗോൾസ്, ഇത്രയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുകൂടി നമ്മുടെ മനസ്സിലേക്ക് വേണം. ഇനി നമ്മൾ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഡൊമൈൻസും കോമ്പിറ്റൻസിയും കരിക്കുലം ഗോൾസും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ചാവണം നമുക്ക് ലെസൺ പ്ലാൻ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് പഞ്ചപതിയിലെ ഈ 5 പദങ്ങൾ, 5 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അധീതി. അധീതി എന്ന് പറഞ്ഞാൽ നോളേജ്. അധീതി. ഈ അധീതി എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. പുതിയ വിഷയത്തെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ പ്രീ നോളേജ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. മുന്നറിവ് പരിശോധന എന്ന് പറയാറുണ്ട് നമ്മൾ, മുന്നറിവ് പരിശോധന. അപ്പോൾ ഈ പ്രീ നോളേജ് ടെസ്റ്റിംഗ് ആണ് അധീതി എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത്. നമ്മൾ അവതരിപ്പിക്കുന്ന, നമ്മൾ പുതുതായി കൊടുക്കാൻ പോകുന്ന കണ്ടൻറ്റിൻ്റെ മുന്നറിവ് നമ്മൾ പരിശോധിക്കുന്നു, പ്രീ നോളേജ് ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളത് ചെയ്യാറുണ്ട്. പ്രാരംഭ പ്രവർത്തനം, ആക്ടിവിറ്റി ആകുമ്പോൾ നമ്മൾ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രവർത്തനം ചെയ്യാറുള്ളത്. ഈ പ്രാരംഭ പ്രവർത്തനമാണ് അധീതി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്. അധീതിയിൽ നടക്കേണ്ടത് ഡെവലപ്മെൻറ്റ് ഓഫ് നോളേജ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ക്യൂരിയോസിറ്റി, കുട്ടിയിൽ ജിജ്ഞാസ. നമ്മൾ പുതുതായിട്ട് കുട്ടി മനസ്സിലാക്കാൻ പോകുന്ന ആ വിഷയത്തെക്കുറിച്ച്, ആ കാര്യത്തെക്കുറിച്ച് കുട്ടിയിൽ ജിജ്ഞാസ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. കുട്ടിയുടെ പ്രീവിയസ് നോളേജിനെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ പ്രസൻറ്റ് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ പ്രസൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റി, ജിജ്ഞാസ കുട്ടിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കതിനെ അതുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? സ്റ്റോറീസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പാട്ടുകൾ ഉപയോഗിക്കാം, പിക്ചേഴ്സ് ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങളിലൂടെ കുട്ടിയെ പ്രീ നോളജിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരണം? നമ്മൾ ഈ കുട്ടീനെ ഈ പുതിയ ടോപ്പിക്കിലേക്ക് കുട്ടിയെ കൊണ്ടുവരണം. അപ്പം നമ്മൾ പറയും, ഈ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ നിലമൊരുക്കില്ലേ, ആ ഒരു നിലമൊരുക്കലാണ് നമ്മൾ എന്താണോ ടോപ്പിക് കൊടുക്കാൻ പോകുന്നത് ആ ടോപ്പിക്കിന് വേണ്ടി കുട്ടിയുടെ മനസ്സിനെ സജ്ജമാക്കുന്ന ഒരു പദമാണ്, ഒരു സ്റ്റെപ്പാണ് അധീതി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇത് തന്നെയായിരുന്നു നമ്മൾ പ്രാരംഭ പ്രവർത്തനം എന്ന പേരിലൊക്കെ മുൻപ് ചെയ്തിരുന്നത്, മുന്നറിവ് പരിശോധന എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ മുന്നറിവ് പരിശോധിക്കൽ മാത്രമാണ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രീ നോളജിനെ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ കുട്ടിയിൽ പുതിയ ടോപ്പിക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കുകയും അതിനനുസരിച്ച് കുട്ടിയുടെ മനസ്സിനെ സജ്ജീകരിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനം കൂടി ഇവിടെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അധീതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ സ്റ്റെപ്പിൽ വെച്ച് കുട്ടിയുടെ
ഏത് ടോപ്പിക്കാണോ കുട്ടിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആ ടോപ്പിക്കിലേക്ക് കുട്ടിയുടെ മനസ്സിനെ കൊണ്ടുവരികയും ഒപ്പം കുട്ടിക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീ നോളജിനെ നമ്മൾ പരിശോധിക്കുകയും ചെയ്യുന്നു. ആ ടോപ്പിക്കിലേക്ക് കുട്ടിയുടെ മനസ്സിനെ കൊണ്ടുവന്ന് ആ ടോപ്പിക്ക് കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പാകത്തിൽ മനസ്സിനെ നമ്മൾ സജ്ജീകരിച്ചെടുക്കുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന പഠന പ്രക്രിയ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബോധ്. രണ്ടാമത്തെ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേര് ബോധ് എന്നാണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ്. കുട്ടി മനസ്സിലാക്കുന്നു. നമ്മൾ പുതുതായി കൊടുക്കാൻ പോകുന്ന അറിവിനെ കുട്ടി മനസ്സിലാക്കുന്ന ഘട്ടമാണ് ബോധ് എന്ന് പറഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ. കുട്ടി അത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് കുട്ടി മനസ്സിലാക്കുന്നു. അത് മനസ്സിലാകാൻ ഉതകുന്ന ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് കുട്ടി ആ നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്കിനെ ഉൾക്കൊള്ളുന്നത്. അതിന് പറ്റുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ നിശ്ചയിക്കുന്നു. ആ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോഴേക്കും കുട്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ടോപ്പിക്കിനെ, പുതിയ അറിവിനെ കുട്ടിയുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നു. അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് കുട്ടി അതിനെ കൊണ്ടുവരുന്നു. ബോധതലത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ അത് മനസ്സിലാവാനുള്ള പ്രക്രിയയിലൂടെ, ഒരു ആക്ടിവിറ്റിയിലൂടെ, ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്ക്, വിഷയം എന്താണോ എന്ന് കുട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടിയുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ നൽകുന്നു. നമ്മൾ നിരവധി അവസരങ്ങൾ അതുമായി നൽകുന്നു. പഠിതാക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ പഠനം എന്ന് പറയുന്ന പ്രക്രിയയിലെ ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന തലത്തിലേക്ക് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയെ കൊണ്ടെത്തിക്കണം. ഈ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായി കുട്ടിയിലേക്ക് എത്തണം. ഇവിടെയാണ് പഠനം നടക്കേണ്ടത്. ഈ പഠനം നടക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്, കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കുട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ബോധതലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. NCF ബോധിനെക്കുറിച്ച് പറയുന്നതാണ്. ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് NCF ഇത് പറയുന്നത്. ഈ ബോധിനെക്കുറിച്ച് പറയുന്ന കുട്ടികളിലേക്ക് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ ഉണ്ടാക്കണം? കളികളിലൂടെ, അന്വേഷണങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, ചർച്ചകളിലൂടെ ഒക്കെ കുട്ടികളിലേക്ക് ഈ ടോപ്പിക്കിനെ എത്തിക്കാൻ ടീച്ചർക്ക് കഴിയണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അഭ്യാസമാണ്. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിലൂടെ കുട്ടികൾക്ക് നേടിയ അറിവ് അതിൽ അഭ്യാസം നടത്തുകയും അതിൽ പരിപക്വത നേടുകയും ചെയ്യുന്നു. അതിൽ അഭ്യാസം നടത്തിക്കൊണ്ട് ആ അറിവ് അവരിൽ ഉറപ്പിക്കുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കില്ല്. ആ കഴിവ് കുട്ടി നേടിയെടുക്കുന്നു. എന്താണോ നമ്മൾ കൊടുത്തത് ആ കൊടുത്ത കഴിവ് കുട്ടി, ആ അറിവ് കുട്ടി ഉറപ്പിക്കുകയാണ്. പ്രാക്ടീസിലൂടെ അത് ഉറപ്പിക്കുന്നു. പ്രാക്ടീസാണിത്. അപ്പോൾ പ്രാക്ടിക്കൽ വർക്കുകൾ, ഹോം വർക്കുകൾ, ക്ലാസ് വർക്കുകൾ, അത്തരം വർക്കുകൾ ചെയ്തിട്ട് കുട്ടി അത് ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വർക്കുകൾ, ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം LSRW അതുവഴി കുട്ടിക്ക് എന്താണോ കൊടുത്തത് ആ അറിവിനെ ഉറപ്പിക്കുന്നു. ഓരോ സബ്ജക്റ്റും അനുസരിച്ചുള്ള വർക്കുകൾ കൊടുത്തുകൊണ്ട്, ആക്ടിവിറ്റികൾ കൊടുത്തുകൊണ്ട് കുട്ടി നേരത്തെ നേടിയ അറിവിനെ ഉറപ്പിക്കുന്ന ഘട്ടമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ആ ഉറപ്പിക്കുന്ന ഘട്ടം, അതിനെയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്നത്. ഇനി NCF ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് ഉറപ്പിക്കേണ്ടത്, ഈ അഭ്യാസങ്ങൾ എങ്ങനെയാണ് അഭ്യാസത്തിൽ നമ്മുടെ കിട്ടിയ അറിവ് ഉറപ്പിക്കേണ്ടത്. നോക്കിക്കേ, പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതിനെ ഉറപ്പിക്കണം. ഇത്തരം അറിവുകളെ ഉറപ്പിക്കണം. ഗ്രൂപ്പ് വർക്കുകളും സ്മോൾ പ്രൊജക്റ്റുകളും ഒക്കെ കൊടുത്തുകൊണ്ട് കുട്ടിയിലേക്ക് ഈ കിട്ടിയ അറിവിനെ ഉറപ്പിക്കണമെന്നാണ് NCF പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ പ്രയോഗമാണ്. അത് പ്രയോഗിക്കുക, അപ്ലിക്കേഷൻ ഓഫ് നോളേജ്. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ എന്ത് അറിവാണോ കുട്ടിക്ക് കൊടുത്തത് ആ അറിവ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കുട്ടി അഭ്യാസം ചെയ്ത് ഉറപ്പിക്കുന്നു. ആ ഉറപ്പിച്ച അറിവിനെ പ്രയോഗിക്കുന്നു, അപ്ലിക്കേഷൻ ലെവലിലേക്ക് അറിവിനെ കൊണ്ടുപോകുന്നു. അപ്ലിക്കേഷൻ ഓഫ് നോളേജ് ആണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അതിന് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അപ്ലിക്കേഷൻ ഓഫ് ഡെയിലി ലൈഫ്, പിന്നെ ഇത്തരം കാര്യം, ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഗെയിംസ്, അന്താക്ഷരി പോലുള്ള ഗെയിംസ്, ഡാൻസ്, ഇതൊക്കെ ചെയ്തുകൊണ്ട് ആ കിട്ടിയ അറിവിനെ കുട്ടി പ്രയോഗത്തിൽ കൊണ്ടുവരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടിക്ക് അറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ അറിവിനെ അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരാൻ കുട്ടി പരാജയപ്പെടുന്നുണ്ട് പല സമയത്തും. ഈ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന അറിവിനെ അപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പരാജയത്തെ മറികടക്കാൻ വേണ്ടി
പഠന പ്രക്രിയയിൽ തന്നെ ആപ്ലിക്കേഷൻ ആ അറിവിനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ഉപയോഗിക്കാൻ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരിക. ആ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ചെയ്യേണ്ടത്. സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് അത് കളക്ഷൻ ഓഫ് കോയിൻസ്. അത് നമ്മൾ ഓരോ വിഷയത്തിനും അനുസരിച്ച് നമുക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ് എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, കുട്ടിക്ക് അത് കൊടുക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇതിലെ ഓരോ സമയത്തും നമുക്ക് നിശ്ചയിക്കാം. ഇനി NCF-ൽ ഇത് എന്താണെന്ന് പറയുന്നത്, എങ്ങനെയാണ് പ്രയോഗം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, ഈ 4ാമത്തെ സ്റ്റെപ്പ് എങ്ങനെ നടത്തണമെന്ന് ഈ ആസ് പെർ NCF പ്രകാരം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 5ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ പ്രസാരാണ്. അത് പ്രസരിപ്പിക്കുക, അതായത് കുട്ടി നേടിയ അറിവിനെ പ്രസരിപ്പിക്കുക എന്നുള്ളതാണ്. എക്സ്പാൻഷൻ ഓഫ് നേരത്തെ കിട്ടിയ അറിവ്, ആ പ്രസരണമാണ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ പ്രസരിപ്പിക്കണം? അതായത് കുട്ടി ബോധതലത്തിലൂടെ അറിവിനെ സ്വായത്തമാക്കി കഴിഞ്ഞു. അഭ്യാസതലത്തിൽ കുട്ടി അതിനെ ആവർത്തിച്ച് അഭ്യാസങ്ങളിലൂടെ ഉറപ്പിച്ചു. ആപ്ലിക്കേഷൻ ലെവലിൽ പ്രയോഗതലത്തിൽ കുട്ടി അത് പ്രയോഗിക്കുന്നു. പഠനം എന്ന് പറഞ്ഞാൽ ഭാരതീയ ദൃഷ്ടിയിൽ ആ കിട്ടിയ അറിവ്, ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ പഠനം പൂർത്തിയാകുന്നത്. അങ്ങനെ പകർന്നു കൊടുക്കുന്ന 5ാമത്തെ സ്റ്റേജ്, അപ്പോഴാണ് പഠനത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. ലഭിച്ച അറിവിനെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. അപ്പോൾ അവിടെ അത് ഷെയർ ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം, അല്ലേ? അത് പ്രസൻറ്റേഷൻ ഇൻ ക്ലാസ് റൂമിലുള്ള ഷെയറിംഗ് ആവാം, കുട്ടികളെ കൊണ്ട് ക്ലാസ് റൂമിൽ അത് പ്രസൻറ്റ് ചെയ്യിപ്പിക്കാം. അത്തരത്തിൽ അത് ഷെയർ ചെയ്യുന്ന സമയത്താണ്, അത് പകർന്നു കൊടുക്കുന്ന സമയത്താണ് ആ കുട്ടിക്ക് അത് നേടാൻ കഴിയുന്നത്. ഇത് 2 തരത്തിലാണ് പ്രസാരം നടക്കുന്നത്. ഒന്ന് സ്വാധ്യായം, അതായത് കിട്ടിയ അറിവിനെ കൂടുതൽ വായിച്ച് കൂടുതൽ അറിവുണ്ടാക്കുക. സ്വാധ്യായം, ആ സ്വാധ്യായം വഴി അറിവ് കൂടുതൽ ഉണ്ടാക്കിയതിന് ശേഷം അത് പകർന്നു കൊടുക്കുക. മറ്റൊന്ന് പ്രവചനം, അതായത് നേടിയ ജ്ഞാനത്തെ പ്രവചനത്തിലൂടെ, കിട്ടിയ ജ്ഞാനത്തെ പ്രവചനത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അത് സമൂഹത്തിനും മറ്റ് കുട്ടികൾക്കും ഒക്കെ ഗുണകരമായ രീതിയിൽ ആ അറിവിനെ കൊടുക്കുക. ഇങ്ങനെ 2 തരത്തിലാണ് പ്രസാരം നടക്കുന്നത്. ഒന്ന് സ്വാധ്യായം, കിട്ടിയ അറിവിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വർക്ക് കൊടുക്കുന്ന സമയത്ത്, നമ്മളൊരു അറിവ് കൊടുത്ത സമയത്ത് അതിൻ്റെ സ്വാധ്യായത്തിന് വേണ്ടിയിട്ട് കുട്ടിയെ നമുക്ക് ലൈബ്രറിയിലേക്ക് പറഞ്ഞയക്കാം. ലൈബ്രറിയിൽ നിന്നും കുട്ടി അതിനാവശ്യമായ സ്വാധ്യായത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കും. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്ത് ചെയ്യാം? അത് വെച്ചുകൊണ്ട് കുട്ടിയെ നമുക്ക് പ്രവചനം, ആ അറിവ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അസംബ്ലിയിലോ ക്ലാസ് റൂമിലോ അത് കുട്ടിയെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ 2 തരത്തിലുള്ള അറിവും 2 തരത്തിലുള്ള പ്രസാരവും നടക്കുന്നുണ്ട്. ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് എന്തെങ്കിലും കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നു. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലം കുട്ടിയെ കൊണ്ട് നമുക്ക് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ പറയിപ്പിക്കാം. എന്താണ് പ്രസാരത്തെ കുറിച്ചിട്ട് NCF പറയുന്നത് എന്ന് നമുക്കിതിലറിയാം. അവരുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനും കുട്ടികൾക്കും സമൂഹത്തിന് ഗുണകരമായ രീതിയിലേക്ക് മാറ്റം വരുത്തുന്നതിനെയാണ് പ്രസാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ 5ാമത്തെ സ്റ്റെപ്പാണ്. ഭാരതീയ ചിന്താരീതി പ്രകാരം ലഭിച്ച അറിവ്, ലഭിച്ച ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത് എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ പ്രസാരം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 സ്റ്റെപ്പുകൾ ഒന്നുകൂടി നമുക്ക് ഓർത്തു പോവാം. ആദ്യത്തേത് അധീതി എന്ന് പറഞ്ഞാൽ പ്രീ നോളജ് ടെസ്റ്റിംഗ് ആണ്. 2ാമത്തത് ബോധ്, അണ്ടർസ്റ്റാൻഡിങ് ലെവല്, നമ്മൾ കൊടുക്കാൻ പോകുന്ന വിഷയം കുട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബോധ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അഭ്യാസമാണ്. നമ്മൾ കൊടുത്ത അറിവിനെ അഭ്യാസത്തിലൂടെ, പ്രാക്ടീസിലൂടെ ഉറപ്പിച്ചെടുക്കുന്നു. 4ാമത്തത് പ്രയോഗം, പ്രാക്ടീസിലൂടെ ഉറപ്പിച്ചെടുത്ത അറിവിനെ കുട്ടി ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ആ അറിവിനെ കൊണ്ടുപോകുന്നു, അറിവിനെ ഉപയോഗിക്കുന്നു. 5ാമത്തത് ലഭിച്ച അറിവിനെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നു. ഇങ്ങനെ 5 തരത്തിലാണ് പഠന പ്രക്രിയ നടക്കുന്നത് എന്നാണ് പഞ്ചപതി പഠന പദ്ധതി പ്രകാരം പറയുന്നത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. ഇത് ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ ലെസൺ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായും അതിനുവേണ്ടി നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.